ഈ വർഷം മലയാളത്തിൽ ഇറങ്ങിയ കോമഡി എന്റർടൈനർ ഫാന്റസി മൂവിയായ പടക്കളം ഡയറക്ട് ചെയ്തിരിക്കുന്നത് മനു സുരാജ്, അഭിനയിച്ചിരിക്കുന്നത് ഷറഫുദ്ദീൻ, സുരാജ് വെഞ്ഞാറമ്മൂട്, സന്ദീപ് പ്രതിയൊക്കെയാണ്. ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ടിയിരിക്കുന്ന ഒരു സിനിമയാണെന്ന് ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഇപ്പോൾ OTT റിലീസായിട്ടുണ്ട്. ഇതിന്റെ പ്ലോട്ട് എന്ന് പറയുന്ന ഒരു ഫാന്റസി മൂഡിലാണ് പോകുന്നത്. സന്ദീപ് പ്രതിന്റെ ക്യാരക്ടർ, ഇവന്റെ രണ്ട് കൂട്ടുകാർ, ഇവർ മൂന്നുപേരും ഒരു കോളേജിൽ പഠിക്കുകയാണ്. അവിടുത്തെ സാറുമാരാണ് ഷറഫുദ്ദീന്റെ ക്യാരക്ടറും അതുപോലെ സുരാജേട്ടന്റെ ക്യാരക്ടറും. ഇതിലൊരു സാറിനെ പറ്റി ഇവർക്കൊരു സംശയം തോന്നുകയാണ്. ഇയാൾ എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് ഈ മൂന്ന് പേർക്ക് സംശയം തോന്നുകയാണ്. അത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് പേരും ഇറങ്ങിത്തിരിക്കുന്നതും അതിനെ തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു കിഡിലൻ കോമഡി എന്റർടൈനർ മൂവിയാണ്. ഇതിലെ പ്ലോട്ടിൽ ഒരു ഗെയിം വരുന്നുണ്ട്. അതുപോലെ ഇതിനെ എടുത്തു പറയേണ്ടത് 2 മണിക്കൂർ 8 മിനിറ്റ് ഇതിന് ഡ്യൂറേഷൻ ഉള്ളൂ. എവിടെയും ലാഗ് ഇല്ലാതെ സിനിമ നേരെ അങ്ങ് തുടങ്ങുകയാണ്. ആദ്യത്തെ ഒരു വോയിസ് ഓവർ കഴിഞ്ഞ് നേരെ സിനിമ തുടങ്ങുന്നത് എന്നൊരു മൂഡിലേക്കാണ്. പ്ലോട്ടിലേക്ക് ഡയറക്റ്റ് കയറുന്നു എന്നുള്ള രീതിയിലാണ്. ഇവിടെ ഒരു ലാഗ് ഇല്ല. അതുപോലെ എടുത്തു പറയേണ്ട ഇതിലെ പെർഫോമൻസ്, ഷറഫുദ്ദീൻ്റെ പെർഫോമൻസ്, അത് ഒരുമാതിരി ഒരു നെഗറ്റീവ് ഷെയ്ഡ് തോന്നിക്കുന്നതും അതുപോലെ ഹ്യൂമറായിട്ടുള്ള കാര്യങ്ങളും എല്ലാം രണ്ട് ഏരിയയും കൺട്രോൾ ചെയ്തുകൊണ്ടുള്ള ഒരു പെർഫോമൻസ്. അതുപോലെ സുരാജേട്ടൻ്റെ പെർഫോമൻസ്, പഴയ രീതിയിലുള്ള കുറേ കോമഡി സീൻസ് ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ടത് സന്ദീപ് പ്രദീപിൻ്റെ പെർഫോമൻസ്. ഒരു നായകനാകാനുള്ള എല്ലാ ഇതുള്ളൊരു മാസ് സീനുകളൊക്കെ, സെക്കൻഡ് ഹാഫിലെ കുറേ മാസ് സീനുകളൊക്കെ കിടിലൻ മൂഡിൽ പോയിട്ടുണ്ട്. ആദ്യം ഒരു നിഷ്കളങ്കനായ ഒരു രീതിയിലുള്ള ഒരു പയ്യനായിട്ട് നിന്നിട്ട് സെക്കൻഡ് ഹാഫിൽ ഒരു മാസ് ക്യാരക്ടർ എന്നുള്ള രീതിയിൽ അത് വളരെ നല്ലതായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. ഒരു നായക നടൻ, ഒരു മാസ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നായക നടൻ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ്. വളരെ മികച്ചൊരു സിനിമ. ഇപ്പോഴും ഈ സിനിമ കാണാത്തവരുണ്ട്, അങ്ങനെയുള്ളവർക്ക് സ്പോയിലർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല. നല്ലൊരു സിനിമ തന്നെയാണ്, ഒന്ന് കണ്ടു നോക്കാം.